ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാധാരണ നിലയിൽ ഇത്തരം കേസുകളിൽ ഞങ്ങൾ പറയാറുള്ളത് വന്ന ഓർമ്മയിൽ നിന്നും ഒരിക്കലും ഇത്തരം പേഷ്യൻസ് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. എന്റെ മോളെ തിരിച്ചു തന്നല്ലോ. അടിയൻ അതിന് നന്ദി പറയാണ്. നന്ദി പറയണം. തൽക്കാലം ചന്ദ്രശേഖരനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നത് സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനില് ചന്ദ്രശേഖരന്റെ മോചനം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? യെസ്. നമുക്ക് മുൻപിലിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്കയ്ക്ക് പകരം മരിച്ച ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തണം. ആ മരണം പ്രിയങ്കയുടെ മരണമായി എന്തിനിവർ ചിത്രീകരിച്ചു എന്നറിയണം. ചന്ദ്രശേഖരനോട് നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളോ വൈരാഗ്യങ്ങളോ ഇല്ല. പക്ഷേ ചന്ദ്രശേഖരന്റെ മോചനം കൊണ്ടും പ്രിയങ്കയുടെ തിരിച്ചുവരവ് കൊണ്ടും അഫക്ട് ചെയ്യാൻ പോകുന്നത് രാധികയുടെ ജീവിതമാണ്. അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അവളെന്റെ അനിയത്തിയാ. അവളുടെ ജീവിതത്തിന് ഒരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല, ഒരു കാരണവശാലും. എന്താ വേണ്ടെന്ന് മാഡം പറഞ്ഞാ മതി. മരിച്ച പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയുക. ഈ കേസിലേക്ക് അവൾ വരാനുള്ള കണക്ഷൻ മനസ്സിലാക്കുക. അത് കോടതിയിൽ മൂല്യമുള്ള എവിഡൻസ് ആണ്. എനിവേ, നമുക്കിപ്പോ തൽക്കാലം ആശ്രയിക്കാനുള്ളത് ആ നാടോടി സംഘത്തെ തന്നെയാണ്. എന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് പ്രിയങ്കയെ ഇത്രയും കാലം സംരക്ഷിച്ച ആ നാടോടി കൂട്ടത്തിന് എന്റെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റും. ഇന്ന് തന്നെ നമ്മൾ അവരുടെ അടുത്ത് പോകുന്നുണ്ടോ മാഡം? തീർച്ചയായും. പാഴാക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേസിന്റെ സ്ഥിതി അനുസരിച്ച് ഒട്ടും സമയമില്ല. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ സിയെയും ചന്ദ്രശേഖരന്റെ മകനുമൊക്കെ നമ്മളെക്കാൾ വളരെ മുൻപേ ഓടിത്തുടങ്ങിയിരിക്കുന്നു. സോ നമ്മൾ ഇപ്പൊ തന്നെ അവിടെ പോകുന്നു, അവരെ കാണുന്നു. മാഡം, പ്രിയങ്ക നിയമപരമായി വരുണ്ട ഭാര്യയാണ്. അതെങ്ങനെയാണ് മാഡം കൈകാര്യം ചെയ്യുന്നത്? അത് കുറച്ച് പ്രശ്നമായിരിക്കും. പക്ഷേ സത്യം വിജയിച്ചല്ലേ പറ്റൂ. പ്രിയങ്ക, രാധിക വരും. അവരുടെ ജീവിതം ആദ്യം മുതൽ എടുത്തു നോക്കുമ്പോ തന്നെ രാധികയും വരുണും തമ്മിലുള്ള പ്രണയം പ്രിയങ്കയുമായാണെന്ന് കുടുംബക്കാർ തെറ്റിദ്ധരിച്ച നിമിഷത്തിൽ നിന്നാണ് അവരുടെ കഥ തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് അതാണ് സത്യം. രാധിക വരുണിന്റേതാണ്, വരുൺ രാധികയുടെയും. നിയമത്തിന്റെ ഭാഷയിൽ ചോദ്യങ്ങളുണ്ടാവും. നമുക്കപ്പം മറുപടി പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് രാധികയോട് എനിക്ക് അടുത്ത ബന്ധമുള്ളത്. സോ അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന അത്രയും ഞാൻ കഷ്ടപ്പെടും. അതെന്റെ ഉത്തരവാദിത്വമാണ്. പ്രിയങ്ക, എന്താ പറ്റിയേ? പ്രിയങ്കയ്ക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. എനിക്ക് അമ്മയെ കാണണം. എനിക്ക് അമ്മയുടെ കൂടെ വിഗ്രഹം വെക്കാൻ പോണം.
പ്രിയങ്ക വിഗ്രഹം വിൽക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവളല്ല. പ്രിയങ്ക ദേവനാരായണ തിരുമേനിയുടെ മകളാണ്. ഏത് തിരുമേനി? എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മ എവിടെ? എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരാൻ പറ. എന്നിട്ട് എനിക്ക് എന്റെ അമ്മയുടെ കൂടെ വിഗ്രഹം വിൽക്കാൻ പോണെന്ന് പറ. എന്റെ ഒരുപാട് വിഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? ഡോക്ടറെ, എന്റെ മോള്. ആ കുട്ടി വിശ്രമിക്കട്ടെ, നിങ്ങൾ വാ. 1, 2, 3. അസലായി. മുത്തശ്ശി പറയുന്നത് വരെ ഇങ്ങനെ തന്നെ പെരുമാറിയാ മതി. ഒരു നടിയാവണമെന്ന് ആഗ്രഹിച്ചിറങ്ങി തിരിച്ചവളാ ഞാൻ. അഭിനയം പഠിച്ചോണ്ട് കാര്യമുണ്ടായി അല്ലേ മുത്തശ്ശി? ആ, നിന്നെ കൊണ്ട് നടക്കാത്ത എന്ത് കാര്യം അടിയുള്ളത്? ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ. കോടതിയുടെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതായതാണ് പ്രിയങ്കയുടെ ഈ വീഴ്ചയ്ക്ക് കാരണം. എത്രയും പെട്ടെന്ന് പ്രിയങ്കയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഡോക്ടർ. എന്നിട്ട് അടുത്ത ഹിയറിംഗെങ്കിലും കോടതിയിൽ. പ്ലീസ്, എന്റെ ചികിത്സയിലുള്ള ഒരു പേഷ്യന്റിനെ നിർബന്ധപൂർവം നിങ്ങൾ കൊണ്ടുപോയതാണ്. കേസിന്റെ പ്രത്യേകതയും മറ്റും പറഞ്ഞ് നിങ്ങൾ എന്നെ പ്രഷർ ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിന്റെ ഫലമാണ് ഇപ്പോൾ അകത്ത് കണ്ട പ്രിയങ്കയുടെ അവസ്ഥ. സർ, ചികിത്സ തുടരണം. അതിന് എത്ര ചെലവായാലും കുഴപ്പമില്ല. പ്രിയങ്ക സാധാരണ കണ്ടീഷനിൽ എത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആവും ബുദ്ധിമുട്ട്. നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ആ ഭാഷയാണ്. 24 മണിക്കൂറിനുള്ളിൽ ചില ഫയലുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കണമെന്ന് കീഴുദ്യോഗസ്ഥന്മാരോട് കൽപ്പിക്കുന്നത് പോലെ എന്നോട് പറയരുത്. സാധാരണ നിലയിൽ ഇത്തരം കേസുകളിൽ ഞങ്ങൾ പറയാറുള്ളത് വന്ന ഓർമ്മയിൽ നിന്നും ഒരിക്കലും ഇത്തരം പേഷ്യൻസ് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞു.